എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാമ്പാർ റെസിപ്പിയാണ്. 2 ഗ്ലാസ് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു 1/4 കപ്പ് പരിപ്പ് നമ്മൾ കഴുകി വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ, അതിങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് പൊന്തി പോവാതിരിക്കാനാണ് അങ്ങനെ ചേർക്കുന്നത്. അതൊക്കെ ചേർത്ത് നമ്മൾ അടച്ചു വയ്ക്കുക. പതഞ്ഞ് പൊന്താതിരിക്കാനും പിന്നെ പെട്ടെന്ന് വേവാനും കൂടിയിട്ട് കേട്ടോ. അതൊരു വിസിൽ വരുന്നതോടുകൂടി സ്റ്റവ് ഓഫ് ചെയ്യുക. നന്നായി വെന്ത് കിട്ടും കേട്ടോ. തിളച്ച വെള്ളത്തിലല്ലേ നമ്മൾ ഇട്ടിരിക്കണേ. അതിലേക്കുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു 5-8 വെണ്ടയ്ക്ക, 2-3 തക്കാളി, ഒരു പീസ് മത്തങ്ങ, 2 മുരിങ്ങക്കോല്. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം. മത്തങ്ങ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുളി മതിയാവും. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം, അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലാവുമ്പോൾ അത്രയും പുളിയിൽ നിന്ന് തന്നെ ഒരുപാട് നല്ല കട്ടിയുള്ള പുളിവെള്ളം കിട്ടും. അപ്പോൾ അതാ നമ്മുടെ വിസിൽ വരുന്നതോടുകൂടി നമ്മൾ ഓഫാക്കി അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി തന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറക്കാറാവുമ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങ ഇതുപോലെ ബ്ലോക്ക് പീസായിട്ടും, വെണ്ടയ്ക്ക വാലും തലയൊക്കെ കളഞ്ഞ് 2 പീസായിട്ടും, അതേ വലുപ്പത്തിൽ തന്നെയുള്ള കഷ്ണങ്ങളായിട്ട് ചീകിയെടുത്ത മുരിങ്ങക്കോലും മുറിച്ചെടുക്കുക. തക്കാളിയും 4 കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ മാത്രം ഇട്ടാൽ മതി, നല്ല അടിപൊളി സാമ്പാർ കിട്ടും. വേണമെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. കറിവേപ്പില, അതുപോലെ തന്നെ കായം, അത് കട്ടക്കായാണ് ഏറ്റവും നല്ലത് പൊടിയേക്കാളും. അതൊരു 2-3 ചെറിയ പീസസ് ആക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 8-9 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മല്ലി. ഇതിലെ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും വറക്കുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതിൻ്റെ സ്മെല്ലിനും ടേസ്റ്റിനും എല്ലാം. അപ്പം അതിന് പകരം പൊടിയിട്ട ഈ ഒരു രുചി കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഏറ്റവും മൂപ്പ് കൂടുതലുള്ളത് മല്ലിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മല്ലി ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലി ചേർത്തിട്ട് നമുക്ക് വറുത്ത് തുടങ്ങാം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങ, അത് ജസ്റ്റ് ഒന്ന് മല്ലി മൂത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ മൂപ്പുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കായം ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കായും ഒന്ന് വെന്ത് അങ്ങനെ പൊരിഞ്ഞ് ഒന്ന് വീർത്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കായും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുവിധം ഒരു കളറ് ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ തീ വളരെ കുറച്ചതിന് ശേഷം നമ്മൾ ഉണക്കമുളക്, കറിവേപ്പില, ഉലുവ ഇത്രയും ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യാം. ഇനി ആ ഒരു ചൂട് ചീഞ്ചട്ടിയുടെയും അടുപ്പിൻ്റെയും ഒരു ചൂടുണ്ടാവും. ആ ചൂടിൽ മാത്രം വേവാനുള്ള വേവേ ഇതിനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ആ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അത് ആ എണ്ണയിൽ കിടന്ന് എണ്ണ കുടിക്കും. ചൂടാറാനും അല്ലെങ്കിൽ ചട്ടിയിൽ കിടന്നിട്ട് വീണ്ടും അത് മൂക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മിക്സിയുടെ ജാറിലേക്കോ വേറൊരു പരന്ന പാത്രത്തിലേക്കോ എടുത്ത് വയ്ക്കുക. ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെ, എണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. വെണ്ടയ്ക്കയുടെ ഓവറായിട്ടുള്ള കൊഴുപ്പ് കുറയാനും അതുപോലെ തന്നെ ഉടയാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെണ്ടക്കായ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. വെണ്ടക്കായും അതുപോലെ തന്നെ തക്കാളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി അതിൻ്റെ ആ തൊലിയൊക്കെ ഉണ്ടല്ലോ, തൊലിയൊക്കെ ഒന്ന് ചുങ്ങി, തക്കാളി ആയാലും ജസ്റ്റ് ഒന്ന് കുതിർന്ന് ഒന്ന് വെന്ത് വരണം. ആ ഒരു പരുവത്തിലാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ അത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ആ ചട്ടിയുടെ ചൂടൊന്ന് പോകുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാ കണ്ടില്ലോ, ഇതുപോലെ ഒരു തളർന്ന പരുവത്തിലായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ വിസിലൊക്കെ പോയി കുക്കർ തുറക്കാൻ പരുവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മത്തങ്ങ കുറേ അധികം വെന്ത് ഉടഞ്ഞു പോവാതെ നല്ല കഷ്ണമായിട്ട് തന്നെ കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്ക് പിന്നെ അധികം വേവൊന്നുമില്ല. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പരിപ്പ് ഇട്ടപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മത്തങ്ങ ഇട്ടപ്പോൾ നമ്മളതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി പരിപ്പ് ചേർത്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് ജസ്റ്റ് ഒരു വിസിൽ വരുന്നതോടുകൂടി നമുക്ക് ഓഫാക്കാം കേട്ടോ. വലിയ വേവൊന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ചൂടാറിയിട്ടുള്ള ഈ ഒരു ഇത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന്
വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ 1-1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി മത്തങ്ങയിലേക്കും ജസ്റ്റ് വെന്ത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ബാക്കി കഷ്ണങ്ങളിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുന്നതാണല്ലോ, അപ്പോൾ ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്കായ അതുപോലെ തന്നെ തക്കാളി ഇത് രണ്ടും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പുളിവെള്ളത്തിൽ കിടന്നിട്ടാണ് ഇതൊന്ന് കുക്കാവേണ്ടത്. 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ബാക്കിയുള്ള വേവ് നമുക്ക് ഈ പുളിവെള്ളത്തിൽ കിടന്ന് അതുപോലെ പരിപ്പും ഉപ്പും മുളകും എല്ലാതും കൂടി മിക്സായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് ക്രമമാവാൻ വേണ്ടിയിട്ടും സാമ്പാറിനൊരു ടേസ്റ്റ് മേക്കർ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ പീസ് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. എന്നാൽ ശർക്കര ഇട്ടുള്ളത് അതിൻ്റെ മധുരത്തിൻ്റെ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പുളി ഒഴിച്ച് നന്നായി തിളച്ചു, ആ പുളിയുടെ പുളിക്കുത്തൊക്കെ മാറി ആ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തതിന് ശേഷം പിന്നെ കുറേ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. അവിടെ എവിടെയും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിട്ട് തീ കൂട്ടി വയ്ക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ഈ അതിൽ ചേർത്തിരിക്കുന്ന സാമ്പാർ മസാല കാര്യങ്ങളൊക്കെ എല്ലാത്തിലേക്കും പിടിക്കും, കഷ്ണത്തിലേക്കും എല്ലാത്തിലേക്കും പിടിക്കും. കുറച്ച് നേരം നമ്മൾ ഒന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 9 വറ്റൽമുളക് എന്ന് പറയുന്നത് ഈ ഒരളവിലേക്ക് കറക്റ്റാണ്, കൂടുതലുമില്ല കുറവുമില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയ മല്ലിയില അതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അത് ആ തിളച്ച ആ ഒരു നേരം മതി അത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ നന്നായി കടുക് വെളിച്ചെണ്ണ അടുപ്പത്ത് വയ്ക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് ആവശ്യമുള്ള ഉണക്കമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് തീ ഓഫ് ചെയ്യാം, അത് കരിഞ്ഞു പോകരുത്. അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അങ്ങനെ എടുത്ത് വയ്ക്കുക. ഇനി നമ്മളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 8-9 ചെറിയ മാങ്ങ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ചപ്പിക്കുടിയൻ മാങ്ങ എന്നൊക്കെ പറയും, ചെറിയ ടൈപ്പ് പുളിശ്ശേരി വെക്കാൻ പറ്റിയ മാങ്ങ. അത് ആവശ്യത്തിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു വെള്ളരിക്ക ചേർക്കുന്നുണ്ട്. ചിലർ മാങ്ങ തന്നെയായിട്ടും പുളിശ്ശേരി വെക്കും. അപ്പോൾ വെള്ളരിക്കും കൂടി ഉണ്ടാകുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ ഒരു 2-3 വിസിലടിക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു 2 പിടി തേങ്ങ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ തീരെ എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചിട്ടും അരയ്ക്കാം, തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ചിട്ടും അരയ്ക്കാം. തൈരും ഒന്ന് പൾസ് ബട്ടണിലിട്ട് അടിച്ച് ജസ്റ്റ് ഒന്ന് കട്ടയില്ലാത്ത വിധം വല്ലാതെ അടിച്ചിങ്ങനെ ലൂസാക്കില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ മാങ്ങ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ആ കുക്കർ തുറക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വറവിടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ വിസിലൊക്കെ പോയി നമ്മുടെ കുക്കർ തുറക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കയിലും മാങ്ങയിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ അടുപ്പിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും നല്ല ഫ്ലേവർ ഉണ്ട് അരപ്പിന്. അതുപോലെ തന്നെ ഇത് കുറേ സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. കാരണം ഇത് ചൂടുള്ള കറിയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് അതിൻ്റെ രുചി നോക്കാം. അതായത് പുളിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ ആവശ്യമുള്ളവർ ഒരു ചെറിയ പീസ് ശർക്കരയോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറവിടാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് പെട്ടെന്ന് തന്നെ തീ ഓഫാക്കുക. അത് കരിഞ്ഞു പോകരുത്. എന്നിട്ട് അങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കറി കുറച്ച് തണുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക്
സെർവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബൈ ബൈ.